അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് ക്ലാസ് എടുക്കുകയാണ്. മുത്തനബി ആ ക്ലാസ്സിലൂടെ ഒരു മുഅ്മിനിക്ക് എന്ത് മുസീബത്ത് വന്നാലും അതിന് പ്രതിഫലമുണ്ട്, സ്വബറെടുക്കണം എന്ന കാര്യങ്ങളൊക്കെയും പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾക്കൊക്കെ നല്ല ആവേശം തോന്നി. അങ്ങനെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഒരാൾക്ക് പനി പിടിച്ചാൽ, ഒരാൾക്ക് പനി വന്നാൽ അതിനുള്ള പ്രതിഫലം എന്താണ് നബിയെ? അയാൾ ആ പനി കൊണ്ട് സ്വബർ ചെയ്തു, തൃപ്തിപ്പെട്ടു, അങ്ങനെ അതിൻ്റെ പേരിൽ അയാൾക്ക് പ്രതിഫലം എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുകയാണ്, അദ്ദേഹത്തിൻ്റെ നന്മകളുടെ കണക്കുകൾ വർദ്ധിപ്പിക്കപ്പെടുകയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന് എന്തോ ഒരു ആവേശം, വലിയൊരു വിഷയമാണല്ലോ എൻ്റെ എല്ലാ പാപങ്ങളൊന്നും പൊറുത്തു കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം കാണാം. അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങി, റബ്ബേ, എന്നെപ്പോഴും ഒരു പനിയുള്ളവനാക്കണം, പക്ഷെ അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ല, പള്ളിയിലേക്ക് പോകാനോ ഇബാദത്ത് ചെയ്യാനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, പക്ഷെ ഒരു ചെറിയൊരു പനി ഏത് സമയത്തും എനിക്കുണ്ടാകണം എന്നൊരു ദുആ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. മഹാന്മാർ പറയുന്നത് കാണാം. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവർ മരണം വരെ ഒരു ചെറിയൊരു പനി എന്നും ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു നിസ്കാരമോ ഒരു ഇബാദത്തോ ഒരു ജമാഅത്തോ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും മഹാന്മാർ പറയുന്നത് കാണാം. നോക്ക്, എന്തൊരു അത്ഭുതമാണ്! വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇത്. അതേ, അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങി, അള്ളാഹുവിനോട് പനി ചോദിച്ചു വാങ്ങി ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്തിനു വേണ്ടി കൂലി ആഗ്രഹിച്ചിട്ടാണ്? അവരുടെയൊക്കെ ഈമാൻ ഒന്ന് നോക്ക്. മുത്തുനബി പറയുമ്പോഴേക്ക് അത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. മുത്തുനബി പറഞ്ഞതിൽ വല്ലാത്ത വിശ്വാസമാണ്. റബ്ബിൻ്റെ വക്കൽ നിന്നുള്ള ആ കൂലി വല്ലാത്ത ആഗ്രഹമാണ്. അത് ഏതിലെല്ലാം സമ്പാദിക്കാൻ പറ്റുമോ ആ റൂട്ടിലെല്ലാം സ്വഹാബാക്കൾ സമ്പാദിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണയാണ് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് പണി ചോദിച്ചു വാങ്ങുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഏതൊരു മുസീബത്ത് വന്നാലും അതിന് പ്രതിഫലമുണ്ട്, പക്ഷേ ഇത്തരത്തിലുള്ള ഈമാൻ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിക്ക് വർദ്ധനവ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.